നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധിയായെന്ന് മക്കള്. സമാധി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ പറയുന്ന സമാധിയായ സ്ഥലത്ത് ഇരുത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ടതൊക്കെ മൂടിയൊക്കെ ചെയ്തു. നാട്ടുകാരെ അറിയിച്ചില്ല, പഞ്ചായത്തിനെ അറിയിച്ചില്ല, ആരെ അറിയിച്ചില്ല. അവസാനം ഫ്ലെക്സ് അടിച്ച് എല്ലാം സമാധിയായ വിവരങ്ങൾ അറിയിച്ചു. ഇതിലൊന്നും വലിയ കുഴപ്പമില്ല, സമാധി ആയതൊന്നും പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമാധിയാവാൻ പോകുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് ഈ ഒരു അറിവുണ്ടായിട്ട് പിന്നെ എന്തിനാണ് ഈ BP-യുടെ ഗുളിക കഴിച്ച് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഇൻസുലിനൊക്കെ കുത്തിവെച്ചിട്ട് പോയി സമാധിയാവാൻ ഇരിക്കുന്നതെന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി മൂത്ത മകൻ പറയുന്നു അച്ഛൻ കിടപ്പ് രോഗിയായിരുന്നു, റൂമിൽ ഉള്ളിലിരുന്നിട്ട് സമാധിയായി. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഈ പറഞ്ഞ സമാധി മണ്ഡപമൊക്കെ കെട്ടിയെന്ന് പറയുന്നു. എന്നാൽ ഇളയ മകൻ പറയുവാണ് കൃത്യമായിട്ട് അച്ഛൻ സമാധി മണ്ഡപത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ആ ഉണ്ടാക്കി വെച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് സമാധിയായതാണ്, പിന്നീട് അത് പൂജാകർമ്മങ്ങൾ ചെയ്തതാണെന്ന്. രണ്ട് മക്കളും രണ്ട് രീതിക്ക് പറയുന്ന സമയത്ത് സമാധി ആയതാണോ അതോ മക്കൾ സമാധാനപരമായിട്ട് സമാധി ആക്കിയതാണോ എന്ന് സംശയമാണ്.